ഹേ ഗായ്സ്, ആലപ്പുഴ ജിങ്കാന റിലീസായിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ തിയേറ്ററിൽ ഇപ്പോഴും നിറഞ്ഞ സദസ് തന്നെ ഓടുന്നുണ്ട്. നെസ്ലിന്റെ പടം ഈ പറഞ്ഞ ബേസിലെ സിനിമ പോലെ തന്നെയാണ്. ഒരു മിനിമം ഗ്യാരണ്ടി ആ പടത്തിന് തരാൻ പറ്റുന്നുണ്ട്. അതായത് നെസ്ലിന്റെ പറവൂർ സ്ലാങ് ഒക്കെ ഇല്ലേ, നല്ല രസമാണ് കേട്ടിരിക്കാനൊക്കെ ആയിട്ട്. നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. പഴയ ഒരു ദിലീപ് അല്ലെങ്കിൽ ഒരു കോമഡി, ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റിയ ഒരു കോമഡി എലമെന്റ് ചെയ്യണ ഒരു നടന്റെ ഫീൽ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് നമുക്ക് ചിരിക്കാൻ തോന്നും ആളുടെ ഒരു ചില സാധനങ്ങളൊക്കെ. ഇത് എന്താടാ ആ സാധനമൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് വേറെ റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പം സ്ലാങ് ഭയങ്കര രസമാണ്. പിന്നെ കുറച്ച് ഇംപ്രവൈസേഷൻ കൂടുതലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എലമെന്റൊക്കെ പടത്തിന് ഭയങ്കരമായിട്ട് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് പടം ഒരു സ്പോർട്സ് മൂവി ആയതുകൊണ്ടും പിന്നെ സ്പോർട്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിൽ കുറച്ച് മീൻസ് കിഡ്സിന്റെ ഒരു +2 കാലഘട്ടത്തിലുള്ള പിള്ളേരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാണിക്കണ സിനിമ ആയതുകൊണ്ടും കുറച്ചും കൂടി നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്ത് കുറച്ചും കൂടി രസമാണ് നമുക്ക് കണ്ടിരിക്കാനൊക്കെ ആയിട്ട്. റിലേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്. അപ്പൊ അതുകൊണ്ട് പടം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഖാലിദ് റഹ്മാൻ, അതുപോലെ ഇതിന് ടോട്ടൽ ക്രൂ, ഗണപതി, ഓൾമോസ്റ്റ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബേബിജീനൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട്. ആളുടെ ഉള്ള ക്യാരക്ടർ, ആള് റാപ്പറാണ്, ആ ഒരു സാധനമൊന്നുമില്ല. ആളൊരു നടനാണെന്ന് തന്നെ ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അത്രയും നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി പടം നല്ല അടിപൊളിയാണ്, കളർഫുൾ ആണ്, സിനിമാറ്റോഗ്രഫി കൊള്ളാം. അതുപോലെ ഓരോ സീൻ ബൈ സീൻ എടുത്തേക്കുന്ന രീതി കൊള്ളാം. ഷൈൻ ടോം ചാക്കോനെ എന്തിനാ കുത്തി നിറച്ചത് എനിക്ക് മനസ്സിലായില്ല. ഈ പടത്തില് ഷൈൻ ടോം ചാക്കോ, അതുപോലെ കോട്ടയം നസീർക്ക, അവരെയൊക്കെ എന്തിനോ വേണ്ടി കുത്തി നിറച്ചൊരു ഫീൽ ഉണ്ട്. പക്ഷെ എന്നാലും അത് പടത്തിനെ ബാധിക്കണമെന്നില്ല. ഓവറോൾ പടത്തിന് ഇമ്പാക്റ്റിനെയും ബാധിക്കാനുള്ള പടം അടിപൊളിയാണ്. ഇപ്പൊ ഇറങ്ങിയേക്കണ പടത്തിലുള്ളതിൽ നല്ലത് എനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്തിരി വൈകി കാണാനായിട്ട്. വൈകി വെച്ചാൽ ചില പേഴ്സണൽ കാര്യം കൊണ്ടാണ് വൈകിയത്. പക്ഷെ പടം കൊള്ളാം, നല്ല സിനിമയാണ്. നിങ്ങൾ ആരും മിസ് ചെയ്യാണ്ട് തിയേറ്ററിൽ തന്നെ കണ്ടോളി. ഇല്ലെങ്കിൽ അടുത്തന്നെ ഇപ്പോൾ OTT ഇറങ്ങും. പക്ഷെ തിയേറ്ററിൽ കാണാനായിരിക്കും കുറച്ചുകൂടി രസം. കാരണം ഈ വെക്കേഷന്, ഈ പറഞ്ഞ അവധി സമയങ്ങളിൽ, ഈ അടുത്ത ആഴ്ച നമ്മുടെ അണ്ണന്റെ പടം വീണ്ടും ഇറങ്ങും, തുടരുന്നുള്ള സിനിമ ഇറങ്ങും. അപ്പോഴേക്കും ഇതെല്ലാം മാറും. പക്ഷെ ഈ ആഴ്ച എന്തെങ്കിലും പടം തിയേറ്ററിലുണ്ട്. പടം നിങ്ങൾ മുടങ്ങാണ്ട് വൈകാണ്ട് തിയേറ്ററിൽ പോയി തന്നെ കണ്ടോ. നല്ല പടമാണ്.